രാഷ്ട്രീയ ഗോദായിലേക്ക് നാളെ പോവുകയാണ്. ഇന്ന് നിശബ്ദമായ പ്രചരണം എന്നാണ് വെപ്പ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഈ 10-23 ദിവസങ്ങളിലൂടെ നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം എന്തായിരുന്നു എന്നൊന്ന് വിലയിരുത്തണ്ടേ? രാഷ്ട്രീയ നേതാക്കള് നമ്മൾ കരുതുന്നതിലും മിടുക്കന്മാരാണ്. ഭാഷാപ്രയോഗത്തില്, എതിർചേരിയിലുള്ളവരോടുള്ള പെരുമാറ്റത്തിന് എന്തൊരു കഷ്ടമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അധപ്പതനം ഈ രാഷ്ട്രീയ മേഖലയിലെ എന്ന് ചിന്തിക്കേണ്ടിയുണ്ട്. രാഷ്ട്രീയം പറയുന്നവർക്ക് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം എന്ന് നമ്മൾ ശഠിക്കാറുണ്ട്. അത് പോകട്ടെ, ഒരു ഹ്യൂമൻ ക്വാളിറ്റി, മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ ഒരു നെറിവെങ്കിലും വേണ്ടേ? എപ്പോഴും നെറികേട് പറയുക, മറ്റുള്ളവരെ കടിച്ചു കീറുന്ന വിധത്തിൽ ഭാഷ ഉപയോഗിക്കുക, ഇതൊക്കെ എവിടെ നിന്ന് വന്നു? എങ്ങനെ നമ്മളെ സംസ്കാര സമ്പന്നരാക്കി തീർക്കും എന്ന് തിരിച്ചറിയണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ സാമാന്യബോധമുള്ള പൗരന്മാര് ഉള്ളില് ഊറിച്ചിരിച്ചെന്ന് വരാം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാപ്പരത്വം ഓർത്തുകൊണ്ട്, സംസ്കാര ശൂന്യത ഓർത്തുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ഒരവമതിപ്പ് വന്നു പോയെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല, അല്ലേ? വെറുതെ വോട്ട് ചോദിക്കുക തങ്ങളുടെ പ്രവർത്തന ശൈലി കൊണ്ട് താൻ അംഗമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രിക കൊണ്ട്, അല്ലെ ഭരിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ നേട്ടം പെരുപ്പിച്ച് കാണിച്ചാലും ഞങ്ങളങ്ങ് സഹിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുക. സാമാന്യ ജനത്തെ നിങ്ങളുടെ വെറും കൂലികളായിട്ട് കാണാതെ, കൂലിപ്പട്ടാളങ്ങളായിട്ട് കാണാതെ ഇരിക്കുക. സാമാന്യ ജനത്തിന് വിവരമുണ്ട്, വിവേകമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കൊക്കെ വോട്ട് തരിക. നിങ്ങൾ വലിയ മെച്ചപ്പെട്ടവർ ആയിട്ട് ആയിരിക്കില്ല. കുറേയൊക്കെ രാഷ്ട്രീയ സ്വാധീനത്തിൽ രാഷ്ട്രീയക്കാരുടെ ചേരിയിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, മറ്റ് ചിലരൊക്കെ ഇതിലും മെച്ചമായ ഒരു വ്യക്തിയോ പാർട്ടിയോ ഇല്ലാത്തത് കൊണ്ട്, ഐഡിയോളജി മെച്ചപ്പെട്ടത് കൊണ്ടൊന്നുമല്ല, വെറും കുറേ പല ചായങ്ങൾ മുക്കിയ, പല ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ടിങ് എന്ന വലിയ അവകാശം ഉപയോഗിക്കുക. അത് നിങ്ങൾ തിരിച്ചറിയാം. ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നാ പ്രചാരണം നടത്തിയാലും, അല്ലെ ഞങ്ങൾ നോട്ടായിക്കാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നാ പ്രചാരണവും പിന്നെ കലാശക്കൊട്ടിൽ എന്ത് വൃത്തികേടുകൾ കാണിച്ചെന്നാലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന പൗരന്റെ അവകാശമാണ്, പൗരന്റെ ആത്മാഭിമാനമാണ്, പൗരന്റെ അവകാശമാണ്, പൗരന്റെ തൃപ്തിയാണ്, അഭിമാനമാണ്. അതിന് പാരവെക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഭാഷയുടെ ഉപയോഗത്തിൽ വരുന്ന ശരിയില്ലായ്മകളെ, ശരിയല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ശത്രുക്കളായി കാണുന്നവരെ കുത്തിമുറിവേൽപ്പിക്കുക, മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഭാഷാപ്രയോഗം. അന്യ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗൊന്ന് ഉപയോഗിച്ചു. അതതിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിരുന്നെങ്കിൽ തിരിച്ചടിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്രയോ കയ്യടി കിട്ടിയിരുന്നു. അതിന് പകരം നമ്മളൊക്കെ ഉപയോഗിക്കാനായിട്ട് മടിക്കുന്ന ഒരു വാക്ക് ഡാഷ് മോനെ, സാധാരണഗതിയിൽ അതിൻ്റെ ഉപയോഗം കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമൊക്കെ
എന്താ പറയുന്ന ഒരു അശ്ലീല ആഭാസ തരത്തിലാണ് ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. ആ വാക്ക് ഉപയോഗിച്ച് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലെന്ന് പറയുക. എത്ര തലപ്പത്തെത്തിയാലും 80 വയസ്സ് കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി ഭാഷ ഉപയോഗിക്കുമ്പോൾ ഒരു നെറിവ് വേണ്ടേ, വിവേകം വേണ്ടേ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ടേ? അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മറക്കരുതായിരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയം വെറും ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി ഇടുന്ന കുറേ രാഷ്ട്രീയ നേതാക്കൾ അവർ ജനാധിപത്യത്തെ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ തത്വദീക്ഷകളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി സ്വന്തം നേട്ടത്തിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരുമാതിരി കുടിപ്പക ആണെന്നല്ലാതെ മറ്റു വിധത്തിൽ എന്ത് പറയാൻ പറ്റും? രാഷ്ട്രീയം പറയാത്ത ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടി വരുന്നത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പ്രതികരിക്കുന്നവർ വേണ്ടേ? നമ്മൾ നന്നാകണ്ടേ? എന്നാണ് നമ്മൾ നന്നാവുക എന്ന് ഉറക്കെ ചോദിക്കാനാണ്. തലപ്പത്തിരിക്കുന്നവരല്ലേ ആദ്യമേ മാതൃകയാകേണ്ടത്. വാക്കിൻ്റെ പ്രയോഗത്തിൽ, ഭാഷാശൈലിയിൽ, മനോഭാവങ്ങളിൽ അതിനേക്കാൾ ഉപരി ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ നേതാക്കൾക്കൊക്കെ വേണ്ട. ഏത് പാർട്ടിയുമാകട്ടെ, ഏത് കൊടിയും വഹിക്കുന്നവർക്കാകട്ടെ, ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വവും ശ്രേഷ്ഠതയുള്ള പ്രവർത്തന രീതിയും മാനവികതയുള്ള വർത്തമാനങ്ങളും ഒക്കെ വേണ്ടേ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് പ്രേരിപ്പിക്കുകയാണ്. മാന്യമായിട്ട് ഇടപെടുവാനായിട്ടും മാന്യമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് അവതരിപ്പിക്കാനും എതിർചേരിയിലുള്ളവരെ ശത്രുക്കളായിട്ട് കാണാതെ ഐഡിയോളജിക്കൽ ഡിഫറൻസ്, ആശയപരമായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. അത് രാഷ്ട്രീയ മീമാംസയുടെ ആദ്യ പടിയാണെന്ന് ഈ രാഷ്ട്രീയ കോമാളികളെങ്കിലും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തിയില്ലാത്തത് കൊണ്ട് ഉത്തരവാദിത്തം ഒരു വ്യക്തി എന്ന നിലയ്ക്കും പൗരൻ എന്ന നിലയ്ക്കും നമ്മളിന്ന് നടത്തണ്ടേ എന്നോർത്തുകൊണ്ടാണ് ഇത്രയും പറയുന്നത്.